നമുക്കറിയാവുന്ന പോലെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വരികയുണ്ടായി. കേരളത്തിൽ വന്നപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായും ഉള്ളൊരു ക്യാമ്പയിൻ മോദി ഗ്യാരണ്ടി എന്നുള്ളതാണ്. ആ മോദി ഗ്യാരണ്ടി നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ രാജ്യത്തിൻ്റെ എടുത്താലും കേരളത്തിൻ്റെ എടുത്താലും, രാജ്യത്തിൻ്റെ കാര്യമെടുത്ത് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കഴിഞ്ഞ പാർലമെൻറ്റിൽ ഏതാണ്ട് 146 പാർലമെൻറ്റ് അംഗത്തെ പുറത്താക്കിയുണ്ടായി. അവിടെ ജനാധിപത്യത്തിൻ്റെ ഗ്യാരണ്ടിയാണ് ബഹുമാന്യായ പ്രധാനമന്ത്രി തകർത്തിരിക്കുന്നത്, നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന ആ ക്യാമ്പയിൻ അത് ആ പ്രചരണം നടത്തുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ഗ്യാരണ്ടി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. രാജ്യം കാണാൻ പോകുന്നതാണ്. ഇത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. ഏത് കാരണത്താലാണ് ഈ എംപിമാരെ 146 എംപിമാരെ പുറത്താക്കിയത്? ഒരു കാരണവുമില്ല. എംപിമാർ ആവശ്യപ്പെട്ടത് പാർലമെന്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ വന്ന് അവിടെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. ഒരക്ഷരം മിണ്ടുവാൻ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ പുറത്തുപോയി മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. വോയിസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് പാർലമെന്റാണ്. ഇത് തന്നെയാണ് സംഭവിച്ച മണിപ്പൂരിന്റെ വിഷയം വന്നപ്പോൾ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കണമെന്ന് പറഞ്ഞ് പാർലമെന്റിനകത്ത് പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തയ്യാറല്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു വിജയിപ്പ് പറഞ്ഞാൽ ഉടനെ തന്നെ അതിനെ അടിച്ചമർത്തുക, തകർക്കുക, അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ജനാധിപത്യം പൂർണ്ണമായി അതിന്റെ ഗ്യാരണ്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചോളം ഇവിടെ വന്ന് പ്രഖ്യാപിച്ചു, ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് BJP അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നു, മോദി ഗ്യാരണ്ടി വന്നു, പറഞ്ഞു. എന്ത് ഗ്യാരണ്ടിയാണ് കേരള സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചത്? അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് മോദി ഗ്യാരണ്ടി വെറും പാഴ്വാക്കായി പോയി എന്നതാണ്. കാരണം എത്രയോ പദ്ധതികൾ, കേന്ദ്ര പദ്ധതികൾ രാഷ്ട്രീയ നേട്ടമില്ലാത്തത് കൊണ്ട് ഇന്ന് കേരള സംസ്ഥാനത്ത് ലഭിക്കാതെ പോകുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ഒരു രാഷ്ട്രീയ നേട്ടവും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും, നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഒരു സീറ്റ് പോലും BJPക്ക് ലഭിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ വരുന്ന കേരള സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ നേട്ടമില്ലെങ്കിൽ പൂർണ്ണമായും അവരെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് കേരള സംസ്ഥാനത്തിന്റെ വികസനം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, സാമ്പത്തികമായി ബുദ്ധിമുട്ടി നമുക്ക് ലഭിക്കേണ്ട തുക ലഭിക്കാതെ പോകുന്നു. ഇപ്പോൾ നമ്മൾ റബ്ബറിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, റബ്ബറുമായി ബന്ധപ്പെട്ട് നിരവധി പ്രാവശ്യം കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയ്ക്കും നമ്മൾ LDF എന്ന നിലയ്ക്കും ഇവിടെ ലോക്സഭയിലെ തോമസ് ചാഴികാടനുമൊക്കെ ഇതിനകത്ത് ഇടപെടുകയും ഇത് പൂർണ്ണമായി ഇതിൻ്റെ വിലയിൽ ആശ്രയിക്കുന്നത് പ്രധാനമായും അത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ ആശ്രയിച്ച. കാരണം ഇത് ആഗോള വിപണിയിലാണ്. കേന്ദ്രത്തിൻ്റെ ഇറക്കുമതി കയറ്റുമതി നയത്തെ ആശ്രയിച്ചിരിക്കും, ട്രീറ്റിയെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ഇത് പൂർണ്ണമായും വില കൂടണമെന്നുണ്ടെങ്കിൽ കേന്ദ്രം വിചാരിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അവിടെയും കേരള സംസ്ഥാനത്തിനെ സഹായിച്ചതുകൊണ്ട്, കർഷകരെ സഹായിച്ചുകൊണ്ട് അവർക്കൊരു രാഷ്ട്രീയ നേട്ടം ലഭിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സഹായവും എത്തിക്കില്ല, ഒരു നയത്തിൽ മാറ്റം വരുത്തില്ല, ഡ്യൂട്ടിയിൽ മാറ്റം വരുത്തില്ല, അത് വാണിജ്യ വിഭവം എന്നുള്ള നിലയ്ക്ക്, ഒരു കമ്മോഡിറ്റി എന്ന നിലയ്ക്ക് അതിനെ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നമായി പ്രഖ്യാപിക്കില്ല. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉള്ള ആ കൃഷി ഹൈജാക്ക്,
അവിടെ ഈ കൾട്ടിവേഷൻ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം കൂടെ നടക്കുക. ഏറ്റവും നമുക്കറിയാവുന്നതുപോലെ ഇത് ഒരു സ്ട്രാറ്റജിക് പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നയതന്ത്ര ഒരു ഉൽപ്പന്നമാണ്. അതുകൊണ്ടാണല്ലോ 1947 തന്നെ റബ്ബർ ആക്ട് വന്നത്. ആ റബ്ബർ ആക്ടിലൊക്കെ അമെൻമെന്റ് നടത്തി ഇവിടുത്തെ റബ്ബർ ബോർഡ് പോലും ഇല്ലാതാക്കി അവിടെ നടത്തിക്കൊണ്ടുവന്ന റിസർച്ച് നടത്താൻ പറ്റുന്നില്ല, മറ്റ് കൃഷിക്കാരെ സഹായിക്കാൻ പറ്റുന്നില്ല, അതുപോലെ നിർത്തലാക്കി ഇന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ കൃഷി ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള കർഷകരെ മാറ്റി നിർത്തിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം നമുക്ക് കാണുവാനും കഴിഞ്ഞ് ഇന്ന് ഗവർണറുടെ പദവി ഉപയോഗിച്ചുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയാണ്, ആ പദവി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭരണസ്തംഭനം ഇവിടെ നടത്താൻ നോക്കുന്നത്. ഇപ്പം രണ്ടു വശത്തു നിന്ന് നടക്കുകയാണ്. ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമമാണ്. ഒന്ന്, സാമ്പത്തികമായ ശ്വാസം മുട്ടിക്കുന്നു. രണ്ട്, ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഗവർണറിൻ്റെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി ഉപയോഗിച്ചുകൊണ്ട് ഭരണസ്തംഭനം നടത്തുന്നതാണ്. അപ്പോൾ പൂർണ്ണമായും അവരുടെ ഒരു ക്യാമ്പയിൻ, ബി ജെ പിയുടെ ക്യാമ്പയിൻ, എൻ ഡി എയുടെ ക്യാമ്പയിൻ, മോദി ഗ്യാരണ്ടി എന്ന് 2024 ലോക്സഭയായി ബന്ധപ്പെട്ട ആ ഗ്യാരണ്ടി എന്ന് പറയുന്നത് വെറും പാഴ്വാക്കായി. അത് ജനാധിപത്യത്തിൻ്റെ ഗ്യാരണ്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊരു വിലയിരുത്തലാണ്. തീർച്ചയായിട്ടും അതാണ്.